മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ ദേശീയപാതയിലെ യാത്രാ ദുരിതം. ടാറിംഗ് തകർന്ന കുണ്ടും കുഴിയും നിറഞ്ഞ ദേശീയപാത 66-ൽ വാഹനയാത്ര പോലും ദുഷ്കരം. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോഡിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂരിലെ ദേശീയപാത 66-ൽ മൂത്തകുന്നം മുതൽ പറവൂർ പാലം വരെയുള്ള ഭാഗം ഏറെ നാളായി ടാറിംഗ് തകർന്ന ശോചനീയാവസ്ഥയിലാണ്. വിവിധ ഭാഗങ്ങളിൽ റോഡ് തകർന്നും വലിയ കുഴികൾ രൂപപ്പെട്ടും കിടക്കുന്നു. മഴക്കാലത്ത് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ അപകട സാധ്യതയും വർദ്ധിച്ചു. ഓരോ ദിവസവും കുഴികൾ വലുതാവുകയും പുതിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ റോഡ് റീടാറിംഗ് നടത്തണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തി. ഡിവൈഎഫ്ഐ ചിറ്റാറ്റുകര വെസ്റ്റ് മേഖലാ കമ്മിറ്റി റോഡിലെ കുഴികളിൽ വാഴ നട്ടാണ് പ്രതിഷേധിച്ചത്. എറണാകുളത്ത് നിന്നും കൊടുങ്ങല്ലൂർ വഴി ഗുരുവായൂരിലേക്കും വടക്കൻ ജില്ലകളിലേക്കും പോകേണ്ട വാഹനങ്ങൾ മുഴുവൻ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഏറ്റവും അധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗം അപകടകരമായ രീതിയിൽ തുടരുന്നത് അധികാരിപ്പെടുത്തി. കൈരളി ന്യൂസ്, കൊച്ചി.